ഹലോ, നമുക്കൊന്ന് അടിപൊളിയായിട്ട് ഒരു സ്പെഷ്യൽ രസം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളി വെച്ചാണ് ഉണ്ടാക്കണേ. ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം വേണം. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, ഒരു വറ്റൽമുളക്. ഈ ജീരകവും വറ്റൽമുളകും കുരുമുളകും കൂടി ഒന്ന് നല്ലവണ്ണം പൊടിച്ചു വെക്കണം. പിന്നെ വേണ്ടത് ഒരു 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്. ഇതൊന്ന് ചതച്ച് വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ കടുക്, ഉഴുന്ന് പരിപ്പ്, 2 മണി ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ വഴറ്റുക. കടുക് പൊട്ടി വന്നതിന് ശേഷം ഈ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക്, ജീരകം, വറ്റൽമുളക് അത് പൊടിച്ച് വെച്ചിട്ടുള്ളത് പൊടി അതിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കുക. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി അത് ഇട്ടതിന് ശേഷം കുറച്ച് പരിപ്പിൻ്റെ വെള്ളം വേണം. തുവരപ്പരിപ്പ് വേവിച്ചതിൻ്റെ വെള്ളം, കുറച്ച് പുളിവെള്ളം. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിലിട്ടിട്ട് അത് നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പൊട്ട് ശർക്കര ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിന് ശേഷം പിന്നെ നമ്മുടെ മല്ലിയില, ഒരു പിടി മല്ലിയില നല്ലോണം വേണം. ആ മല്ലിയില നല്ലോണം അരിഞ്ഞതിന് ശേഷം അതിലിട്ട് ചെറിയ ഉള്ളി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ അത് കൂടെ ഈ മല്ലിയിലയുടെ കൂടെ ഇട്ടതിന് ശേഷം രസം തയ്യാറായി. നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട. അടിപൊളി രസമാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.